ഓം ബ്രഹ്മാനന്ദം ബ്രഹ്മസുഖം കേവലം ജ്ഞാനമൂർത്തിം ദ്വാതീതം ഗഗനസംസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമന്ദിരം സർവധി സാക്ഷ്യഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. നമഃശിവായ. മഹാദേവൻ്റെ അവതാരമായ ഗുരുദേവ ജയന്തി. ചതയം നക്ഷത്രം. ആടുപാമ്പെ പുനം തേടുപാമ്പെ അരുൾ ആനന്ദക്കൂത്തു കണ്ട ആടുപാമ്പെ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പെ. എവിടെയാണോ അരുവിപ്പുറം എന്ന സ്ഥലത്ത് ഒരു ഒഴുശീലയിൽ നിന്ന് മഹാദേവനെ പ്രതീക്ഷിച്ചുകൊണ്ട് സർവ ലോകർക്കും ജാതി മത മാർഗ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഉപാസിക്കാവുന്നതായ ഒരു ചൈതന്യം. അവിടെ നമുക്കറിയാം ധാരാളം കുട്ടികൾ ധാരാളം പൂജ പിടിക്കുന്നുണ്ട്, ധാരാളം കുട്ടികൾ ഉപാസന ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഉപാസിക്കുന്നതായ ഒരു മഹാദേവനെ ഉപാസിച്ച് മഹാദേവൻ തന്നെയായ ശ്രീനാരായണ ഗുരുദേവൻ. ചരിത്രങ്ങൾ എഴുതപ്പെടുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിലൂടെ പോകുമ്പോൾ അതിശക്തമായ അതിജ്ഞാനപ്രദമായ വരികളാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ നമുക്കറിയാം ആടുപാമ്പെ പുനം തേടുപാമ്പെ കുണ്ടലിനി ശക്തിയെ ഉയർത്തിക്കൊണ്ട് സഹസ്രാര പത്മത്തിൽ വസിക്കുന്നതായ പാർവതി പരമേശ്വരന്മാരെ തലക്കുഞ്ച മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അതുപോലെ തന്നെ അവരുടെ കുട്ടികളെയും സ്തുതിച്ചു കൊണ്ടുള്ളതായ ധാരാളം കീർത്തനങ്ങൾ എഴുതപ്പെട്ടതായ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമൊന്നുമല്ല ഒരു യോഗീശ്വരനായി ഉയരണമെങ്കിൽ, ഒരു ഈശ്വരനായിട്ട് ഉയരണമെങ്കിൽ. അങ്ങനെ ഒരു ഭാരതത്തെ സംബന്ധിച്ചോളം കേരളത്തെ സംബന്ധിച്ചോളം അധിനിവേശങ്ങൾ, അതുപോലെ തന്നെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങൾ, തൊട്ടുകൂടായ്മകൾ, തീണ്ടിക്കൂടായ്മകൾ മുതലായവ ഉണ്ടായിരുന്നതായ ഒരു സമയത്ത് എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായി സ്നേഹത്തോടെ നിലനിർത്താനായിക്കൊണ്ട് അവതരിച്ചതായ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ശ്രീനാരായണൻ എന്നാരും പറയാറില്ല, ശ്രീനാരായണ ഗുരുദേവൻ എന്ന് തന്നെ ഭൃഗു ശബ്ദസ്തു അന്ധകാരിച്ച യു ശബ്ദസ്തു തൻ നിരോധക. അങ്ങനെ നിരോധിക്കപ്പെട്ടതായ അന്ധകാരത്തെ നിയോഗിക്കപ്പെട്ടതായ ഒന്ന്, തേജസ് തരുന്നതായ ഒന്ന്, പ്രകാശം തരുന്നതായ ഒന്ന്, സ്നേഹത്തിൻ്റെ പ്രതീകമായ വിശ്വപ്രേമത്തിൻ്റെ പ്രതീകമായ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ മഹാദേവൻ്റെ ഉപാസകർ തന്നെയാണ് പ്രധാനമായും യോഗീശ്വരന്മാരായിട്ട് ഉയരുന്നത്. മഹാദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്വയംഭൂ ക്ഷേത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് സഗുണ ഉപാസന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ. ധാരാളം ഉപാസിക്കാനുള്ള ഗുരുമന്ദിരങ്ങൾ ഉണ്ടായി വരുന്നു. എവിടെയൊക്കെ ഗുരുമന്ദിരങ്ങളുടെ ഉദ്ഘാടനങ്ങളുണ്ടോ, ക്ഷണിക്കപ്പെടാതെയോ ക്ഷണിക്കപ്പെട്ടയോ അല്ലാതെയോ എനിക്ക് എത്തിച്ചേരാനുള്ള പുണ്യം ഉണ്ടാവാറുണ്ട് എന്നർത്ഥം. അപ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്നോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഒരു ചെറിയ ഒരു ഒറ്റമുണ്ടും അതിൻ്റെ മുകളിൽ ഒരു ചെറിയ തോൾമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് നടന്ന് സഞ്ചരിച്ചുകൊണ്ട് കേരളത്തെ മുഴുവൻ പുനരുദ്ധരിച്ചതായ ധാരാളം പേരുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ കട്ടക്കൽക്കട്ടയിൽ നിന്നും തുടങ്ങി അതുപോലെ ധാരാളം ഉപാസകരുണ്ട്. അയ്യങ്കാളിയുണ്ട്, യോഗക്ഷേമസഭയുടെ പ്രവർത്തകരുണ്ട്. അങ്ങനെ ധാരാളം നമുക്കറിയാം. നമുക്ക് ഏത് ജാതി മതവർഗ രാഷ്ട്രീയം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ഉന്നമിക്കാനായിട്ടുള്ളതായ അവതാരങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വേർതിരിവില്ലാതെ കൊണ്ട് എല്ലാവരെയും ഈശ്വരനിലേക്ക് അടുപ്പിച്ചതായ, ആർക്കും പൂജിക്കാവുന്നതായ ബിംബങ്ങൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കാൻ പ്രാപ്തരാക്കിയതായ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ സന്ധ്യയ്ക്ക് മുമ്പ് വിളക്കുകൊളുത്തൽ എല്ലാം നടക്കണം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചതയ ദിനം, പിന്നീട് ഇന്ന് വൈകിട്ട് കേരളം മുഴുവൻ ദൃശ്യമാകുന്നതായ ചന്ദ്രഗ്രഹണം, അതിനുശേഷം രാവിലെ ഏത് ക്ഷേത്രമാണെങ്കിൽ പോലും, ഏത് ചൈതന്യമാണെങ്കിലും, ഏത് കുടിയിരുത്തി പ്രതിഷ്ഠയാണെങ്കിലും, ഏത് ഗുരുദേവ മന്ദിരാണെങ്കിലും രാവിലെ ഉദയത്തിന് ശേഷം മാത്രമേ നട തുറക്കാവുള്ളൂ. 5 മണിക്ക് തുറക്കേണ്ട ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ രാവിലെ 6:15 ശേഷം മാത്രം. ഇനി ഒരു നേരം ശാന്തി മാത്രമുള്ള അമ്പലങ്ങളാണെങ്കിൽ പോലും രാവിലെ 6:30 മണിക്ക് ശേഷം മാത്രമേ നട തുറക്കാവുള്ളൂ. ആ ഉദയത്തിന് ശേഷം മാത്രമേ നട തുറക്കാവുള്ളൂ. ഇന്ന് നിർമാല്യങ്ങൾ വാരിക്കൊണ്ട് ക്ഷേത്രം അടക്കം എല്ലാം വൃത്തിയാക്കി ഇട്ടുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഇന്ന് 2 നേരവും ഉള്ളിടത്താണെങ്കിൽ വൈകുന്നേരം നേരത്തെ ചടങ്ങുകൾ
7 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ സമാപിച്ച് നിർമ്മാല്യം മാറി ക്ലീനാക്കി ഇട്ട് ഒരു തിരി കെടാവിളക്ക് പോലെ വെച്ച് നട അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് ഏത് ക്ഷേത്രമാണെങ്കിലും നാളെ ഉദയത്തിന് ശേഷം മാത്രമേ നട തുറക്കാവുള്ളൂ. കാരണം സൂര്യഗ്രഹണത്തെക്കാളും ശക്തിയാണ് ചന്ദ്രഗ്രഹണത്തിന്. അതുകൊണ്ട് ചന്ദ്രഗ്രഹണത്തിന് ഉണ്ടാവുന്നതായ ചില നെഗറ്റീവ് എനർജികൾ ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ വീടുകളിലേക്കും അല്ലെങ്കിൽ നമ്മളിലേക്കും പ്രവഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പഴയ കാലത്തൊക്കെ നമുക്കറിയാം, ഗ്രഹണം കണ്ടുവരുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികളെ അല്ലെങ്കിൽ എന്തിനേയും തകർത്ത് നെഗറ്റീവ് എനർജികളെ തകർത്തെറിയുന്നതായ ചാണകം. അപ്പോൾ നമ്മൾ ഓണത്തിന് പൂവിടുമ്പോൾ പൂവിട്ട മത്സരങ്ങൾക്കൊക്കെ നമ്മൾ നിർബന്ധം പറയാറുണ്ട്, ചാണകം മെഴുകിയ നിലത്ത് തന്നെ പൂവിടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഗോപൂജകൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ പശുവിൻ്റെ നിന്ന് കിട്ടുന്നതായ എല്ലാത്തിൽ നിന്നാണ് പഞ്ചഗവ്യങ്ങൾ ഉണ്ടാകുന്നത്. ഗോപൂജ, അതായത് ഒരു ഫാം നടത്തുന്നതായിരിക്കും. അത്ര ഐശ്വര്യം ഒരു പശുവിനെ നോക്കണമെങ്കിൽ ഒരാൾ വേണം. അപ്പോൾ ഒരു ഫാം നടത്തുന്ന ധാരാളം നമ്മുടെ കൂട്ടുകാരുണ്ട്, പേര് പ്രത്യേകം പറയുന്നില്ല. ധാരാളം പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ ഫാമിലും പോയി സന്ദർശിച്ച് അവർക്ക് പുല്ലും കൊടുത്ത് അവരെ നമ്മളെ തിരിച്ചറിയുന്നു എന്നർത്ഥം. അവിടുത്തെ കന്നുകുട്ടികൾ, അവിടുത്തെ മറ്റു പശുക്കൾ നമ്മളെ എത്ര മാസം കഴിഞ്ഞാൽ പോലും തിരിച്ചറിയുന്നു. അവർ നമ്മളെ മണത്തുകൊണ്ട് സ്വീകരിക്കുന്നു, നമ്മളെ നക്കുന്നു, നമ്മളെ ഉമ്മ വയ്ക്കുന്നു. അപ്പോൾ നമുക്കറിയാം, മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണികൾക്കാണോ സ്നേഹം കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ മറുപടി പറയാനില്ല. അപ്പോൾ ഓരോ ഫാമുകളിൽ പോവുക, ഓരോ ഗോമാതാക്കളെ കാണുക, അവരെ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഈശ്വരനായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നപോലെ എല്ലാ ജീവികളെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ കേരളം മുഴുവനും, ഇനി ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ധാരാളം കൊടികൾ പാറട്ടെ, ധാരാളം നാമജപങ്ങളുണ്ടാകട്ടെ, ധാരാളം ഘോഷയാത്രകളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ ഇന്ന് പിറന്നാൾ ഉള്ളതായ എല്ലാവരെയും സ്നേഹത്തോടുകൂടി, ഇന്ന് പുണ്യദിനമാണ്, ഇന്ന് പിറന്നാൾ ഉണ്ടാകുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്നർത്ഥം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനത്തിൽ ഒരു പിറന്നാൾ കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. ഓരോ പിറന്നാളിനും ആലോചിക്കുക, നാമജപത്തിൻ്റെ ശക്തികൾ കൂട്ടുക, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനായിക്കൊണ്ട്, ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാനായിക്കൊണ്ട് അവതരിച്ചതായ പ്രത്യക്ഷ ദൈവമായ, ഇവിടെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നാൽ ബോധത്തിൽ തെളിയുന്നു വരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം. ഇപ്പോൾ കാണുന്നതായ ചിത്രങ്ങളൊന്നുമല്ല യഥാർത്ഥ ഗുരുദേവൻ്റെ ചിത്രം. പഴയ സിനിമകളൊക്കെ എടുത്തു വയ്ക്കുക, ഗുരുദേവൻ്റെ 1-2 സിനിമകളിൽ, പഴയ സിനിമകളിൽ പ്രത്യക്ഷമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹ സ്നേഹനിധിയായ ഒരു സൗമ്യനായ ഗുരുദേവൻ എപ്പോഴാണോ ജീവൻ വെടിയണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നമഃശിവായ ജപിച്ചുകൊണ്ടതായി ഇവിടുത്തുള്ളതായ സഹസ്രാര പത്മത്തിലെ മുകളിലത്തെ രന്ധം പൊട്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരമാത്മാവായ ഈശ്വര ചൈതന്യത്തിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് കേരളം മുഴുവനും, അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തടക്കം, ഓരോ ഗ്രാമങ്ങളടക്കം, ഓരോ വാർഡടക്കം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ ഭജന മന്ദിരങ്ങൾ ഉയർന്നു വരുന്നു. അത് ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കണമെങ്കിലും അല്ലെങ്കിൽ നാമം ജപിക്കണമെങ്കിലും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിൽ ഇരുന്ന് നാമം ജപിക്കാനുള്ള സൗകര്യം എല്ലാ പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം മുഴുവനും ഇന്ന് നാമം ജപത്തിൻ്റെ ഗുരുദേവ ജയന്തി ചതയദിന ഘോഷയാത്രയിലേക്ക് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ സ്വാഗതം ചെയ്യുന്നു. നമഃശിവായ. പാർവതീശ പാപനാശനാഹരേ.